റീല് നോക്കിക്കാനൊന്നും തീരെ സമയമില്ല. നേരെ വിട്ടോ ലുലുലോട്ട്. കാരണം എന്താ 10, 11, 12 തീയതികളിൽ ലുലുവിലെ എല്ലാവിധ ഗാർമെന്റ്സിനും 50% ഓഫറാണത്രേ. നിങ്ങൾ അറിഞ്ഞിക്കണോ? നമ്മളിപ്പോഴാണ് ട്ടോ അറിഞ്ഞത്. പിന്നെ നമ്മൾ കേട്ട പാതി കേൾക്കാത്ത പാതി പെട്ടെന്ന് ഒരുങ്ങി പെട്ടെന്ന് തന്നെ പോയി വാങ്ങാന്നുള്ളൊരു ഐഡിയയിലായിരിക്കായിരുന്നു. ആ സമയത്താണ് പെങ്ങള് വിളിക്കുന്നത്. എടാ ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്നെ ഒന്ന് കാണാൻ പറ്റുന്നോ? പിന്നെ എന്ത് ചോദ്യമാണ് മോളൂസെ കാണാൻ പറ്റുമെന്ന്. പോകുമ്പോൾ എന്താ മീയും ഓലും ഓലെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ചിൽ ഔട്ട് ചെയ്യാൻ വന്നതാണ്. അങ്ങനെ ഓനോട് 2, 3 വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ മെല്ലെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സും വിളിച്ച് എടാ ഞാൻ മെട്രോയിൽ എത്തി നീ എവിടെയെന്ന്. നമ്മൾ പിന്നെ ഒന്നും നോക്കില്ല പെട്ടെന്ന് തന്നെ മെട്രോ സ്റ്റേഷനിലോട്ട് ഓടിയെത്തി. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ മെട്രോയിലാണെങ്കിൽ വലിയ തിരക്കൊന്നും കാണില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കേ അടിപൊളി സൺഡേ ആണെന്നുണ്ടെങ്കിലും വലിയ തിരക്കൊന്നും ഇല്ല എന്നുള്ള രീതിക്ക്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടു എടാ ലുലുവിലും അജ്മൽ ഖാനൊക്കെ ആഡ് ചെയ്തതല്ലേ എന്തായാലും തിരക്കുണ്ടാവില്ല കളക്ഷൻ ഒക്കെ കിട്ടും എന്നുള്ളത്. പിന്നെ നമ്മളും വിചാരിച്ചു എന്തായാലും സൺഡേ ഒക്കെ അല്ലേ എവിടെയും വലിയ തിരക്കൊന്നും കാണില്ല. അപ്പൊ എന്തായാലും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ പോയി നോക്കുമ്പോഴല്ലേ യാ ഹൗലു വലാ ഖുവാ നിന്ന് തിരിയാനുള്ള സ്ഥലമല്ല. എന്നാ ഇതോ ഒരു കളക്ഷനും ഒന്നും തേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നില്ല. അവിയലിന് എന്തെങ്കിലുമൊക്കെ തേടിയെടുക്കാൻ പറ്റും നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ അവിയൽ പരുവത്തില് സത്യം പറയാലോ ഗൈസ് അങ്ങ് കൊയങ്ങി. പിന്നെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അവിടെ തപ്പി ഇവിടെ തപ്പി ഒന്നും കിട്ടാല്ല. ഇനി എന്തെങ്കിലും കിട്ടിയാലോ പറ്റിയ കളറില്ല. ഇനി കളർ കിട്ടിയാലോ സൈസ് ഇല്ല. യാ അല്ലാ, കുടുങ്ങിയില്ലേ ആകെ മൊത്തം അവസ്ഥ. പിന്നെ നേരെ ലുലു മാർക്കറ്റിലോട്ട് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നാളെ വിഷു ആണ്. എന്താ പറയാ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പൊ നല്ല കൊന്നപ്പൂവും നല്ല വെജിറ്റബിൾസും പരിപാടിയും കാര്യങ്ങളൊക്കെ നല്ല ലുലുലു വന്നിട്ടുണ്ട്.